കട്ടായി പോയി. സാധാരണ പാർട്ടി പ്രവർത്തകർ CK അങ്ങുയർത്തിയ മുദ്രാവാക്യം ഞങ്ങളെ ഈ മണ്ണിൽ ശാശ്വതമാക്കുമെന്ന് നിറകണ്ണുകളോടെ അവർ പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പൊരുതിയ ധീരസഖാവേ, അങ്ങേ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. നിറഞ്ഞ കണ്ണുകളോടെ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന വളരെ സാധാരണക്കാരായ പ്രവർത്തകർ, കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, ആറു മണിക്കായിരുന്നു മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ എത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത്. വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിന് തെക്കുവശത്തായി സജ്ജീകരിച്ചിരിക്കുന്ന ചിതയിൽ മണിക്കൂറുകൾക്ക് മുമ്പേ, 4-5 മണിക്കൂറുകൾക്ക് മുമ്പേ അദ്ദേഹത്തിൻ്റെ ചിത ഒരുങ്ങിയിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ എത്തിയപ്പോൾ രാത്രി 11 മണിയായിരിക്കുന്നു. 11 മണി കഴിഞ്ഞിരിക്കുന്നു. വഴിയിലുടനീളം കാത്തുനിന്നത് ആയിരക്കണക്കിന്, 10,000-കണക്കിന് പ്രവർത്തകരാണ്, സാധാരണക്കാരാണ്, രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരുമാണ്. ഇടതുപക്ഷ പ്രവർത്തകർ മാത്രമല്ല, CPIയുടെ പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ. സഖാവ് CK കേരളത്തിന് ആരായിരുന്നുവെന്ന്, കേരളത്തിൻ്റെ കർമ്മമണ്ഡലത്തെ സചേതനവും സജീവവുമായി നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്കെന്തായിരുന്നുവെന്ന്, സംശുദ്ധ രാഷ്ട്രീയത്തിന്, കേരളത്തിൻ്റെ സംശുദ്ധ രാഷ്ട്രീയ സംസ്കാരത്തിന് സഖാവ് CK ചന്ദ്രപ്പൻ എത്രയോ വലിയ സംഭാവനയാണ് നൽകിയതെന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ സാക്ഷ്യം പറയും. നായനാരുടെ മരണത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ വൈകാരികമായ ഒരു അന്ത്യയാത്രയായിരുന്നു. വഴിയിലുടനീളം പ്രവർത്തകരും സാധാരണക്കാരും, നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും എല്ലാം കാത്തുനിന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ പേരെടുത്ത നേതാവ്, ട്രേഡ് യൂണിയൻ, പാർട്ടി, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ തുടങ്ങി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്ന് സംസ്ഥാന ദേശീയ തലത്തിലെത്തിയ നേതാവ്, വൻ നേതൃനിരയാണ്. എല്ലാ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ പാർട്ടികളിൽ നിന്നും, കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ, മന്ത്രിമാരുൾപ്പെടെ, KC വേണുഗോപാൽ കേന്ദ്രമന്ത്രി, നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്.
നിരവധി തവണ അദ്ദേഹം പുന്നപ്ര-വയലാറിലെത്തിയിട്ടുണ്ട്. പുന്നപ്ര-വയലാർ രക്തസാക്ഷി വാരാചരണം നടക്കുമ്പോൾ ഇപ്പോൾ സംസ്ഥാന പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ കേരള പോലീസ് സേന അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. തൽക്കാലം പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾ നിലച്ചിരിക്കുന്നു. സംസ്ഥാന പോലീസിൻ്റെ സംസ്ഥാന ബഹുമതികളോടെയുള്ള അന്ത്യാഞ്ജലി. Unloading position. One round. Load. Presents. Fire. Load. Reload. Presents. Fire. Load. Reload. Presents. Fire. Load. Reload. Order. Independently. 6 minutes. Ready? Go! Ready? Listen! Ready? Go! Order! Independently. 6 minutes. Pick up places.
സംസ്ഥാന പോലീസ് Break. അന്ത്യോപചാരം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മരിക്കാത്ത വലിയ ചുടുകാടിലേക്ക് ആലപ്പുഴയുടെ വയലാറിൻ്റെ പ്രിയപ്പെട്ട നേതാവ് മടങ്ങുകയാണ്. സംസ്ഥാന കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന നേതാക്കളും വിവിധ പാർട്ടിയുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, മന്ത്രി ഷിബു ബേബി ജോൺ, മന്ത്രി കെ ബാബു, കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, അങ്ങനെ നിരവധിയായ പ്രമുഖരായ നേതാക്കൾ, CPIയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ റെഡ് വോളണ്ടിയേഴ്സ്, ചുവപ്പ് സേനാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം പുന്നപ്ര-വയലാർ സമരസേനാനികളായ KC ജോർജിൻ്റെയും PA ജോർജിൻ്റെയും ശവകുടീരങ്ങൾക്ക് സമീപം അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമൊരുക്കിയിരിക്കുന്ന പുന്നപ്ര-വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന് തെക്ക് ഭാഗത്തായി KC ജോർജിൻ്റെയും PA ജോർജിൻ്റെയും ശവകുടീരങ്ങൾക്ക് സമീപത്ത് മരിക്കാത്ത വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടുവരികയാണ് ചുവപ്പ് സേനാംഗങ്ങൾ. നിറകണ്ണുകളോടെ പ്രവർത്തകരും നാട്ടുകാരും അദ്ദേഹത്തിന് വിട നൽകുകയാണ്. അവസാനത്തെ റെഡ് സല്യൂട്ട് നൽകുകയാണ്. ഇപ്പോൾ ചുവപ്പ് സേനാംഗങ്ങൾ റെഡ് സല്യൂട്ട് നൽകുന്ന ചുവപ്പ് സേനാംഗങ്ങൾ അവരുടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നു. K. ഇസ്മയിൽ അതിന് നേതൃത്വം നൽകുന്നു. CPI നേതാക്കൾ, CPIയുടെ സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. ദീർഘകാലം തങ്ങളോടൊപ്പം പ്രവർത്തിച്ച നേതാവ്, അവരുടെ മനസ്സുകളിൽ ഇപ്പോൾ ഓർമ്മയുടെ കടലിരമ്പുന്നുണ്ടാവാം. സൗമ്യശീലനായ, സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായ, നിലപാടുകളിൽ കാർക്കശ്യമുള്ളപ്പോഴും സൗമ്യമായി അത് വെട്ടിത്തുറന്നു പറഞ്ഞ നേതാവ്, ജനഹൃദയങ്ങളിൽ സ്വന്തമെന്നതുപോലെ ജനങ്ങൾ സ്നേഹിച്ച നേതാവ്, അദ്ദേഹം മടങ്ങുകയാണ്. പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. ഇല്ല, CK ചന്ദ്രപ്പൻ മരിക്കുന്നില്ല, ഞങ്ങളുടെ നേതാവ് മരിക്കുന്നില്ല. ഒരുപക്ഷെ CK ചന്ദ്രപ്പന് അവസാനമായി ഉറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണാണിത്. പുന്നപ്ര-വയലാർ സമരവുമായി, വിപ്ലവവുമായി നാഭീനാള ബന്ധമുള്ള കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുമാരപ്പണിക്കർ വയലാർ സ്വാതന്ത്ര്യ സമര പുന്നപ്ര-വയലാർ വിപ്ലവത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു. പുന്നപ്ര-വയലാർ രക്തസാക്ഷിത്വ വാരാചരണം നടക്കുമ്പോൾ ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ വയ്ക്കുന്ന ഫോട്ടോ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റേതായിരുന്നു. അങ്ങനെ വൈകാരികമായി CK ചന്ദ്രപ്പൻ ഏറ്റവും സ്നേഹിച്ച, ഏറ്റവും വൈകാരികമായി അദ്ദേഹം എപ്പോഴും പ്രതികരിച്ചിട്ടുള്ള നൂറുകണക്കിന് രക്തസാക്ഷികളുടെ ചുടുചോര വീണ് ചുവന്ന ഈ മണ്ണിലേക്ക് അവസാനത്തെ ഉറക്കത്തിനായി CK ചന്ദ്രപ്പൻ എത്തുന്നു. CPI സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം അദ്ദേഹത്തെ, ബിനോയ് വിശ്വവും പന്നിൻ രവീന്ദ്രനും K. ഇസ്മയിലും കാനം രാജേന്ദ്രനും ഒക്കെ അടങ്ങുന്ന സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരം ചിതയിലേക്ക് കിടത്തുകയാണ്. പ്രിയ സഖാവിന് അവസാനത്തെ യാത്രയയപ്പ് നൽകുകയാണ്. ഇല്ല, സഖാവ് CK മരിക്കുന്നില്ല, സഖാവ് CK മടങ്ങുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളെ മുന്നോട്ട് നയിക്കുമെന്ന് ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകർ, സാധാരണ ജനങ്ങൾ, രാഷ്ട്രീയമുള്ളവരുമില്ലാത്തവരുമൊക്കെയായ ഈ വൈകിയ വേളയിലും, രാത്രി വൈകുന്ന 11:30 ഈ സമയത്തും അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാൻ കാത്തിരുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകർ,
മൃതശരീരം ചിതയിൽ വച്ചു കഴിഞ്ഞു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുദീർഘമായ ധന്യമായ ഒരു ജീവിതം, അതിന് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ആ ജീവിതം നമുക്ക് എന്തു തന്നോ അതിന് കേരളവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും നീതിപൂർവമായ യാത്രയയപ്പ്. ക്യാമറകളെല്ലാം പടിഞ്ഞാറ് വശത്തേക്ക് ഒതുങ്ങണം എന്ന് പഠിപ്പിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ക്യാമറകളെല്ലാം ഒതുങ്ങേണ്ടത്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങേണ്ടത്. പുന്നപ്രവേല രക്തസാക്ഷി മണ്ഡപത്തിന് തെക്ക് ഭാഗത്തായി KC ജോർജിൻ്റെയും PA ജോർജിൻ്റെയും പുന്നപ്രവേലാർ സമരസേനാനികളായ അവരിരുവരുടെയും ശവമാടങ്ങൾക്ക് തൊട്ടപ്പുറത്ത് CK ചന്ദ്രപ്പന് വേണ്ടി ഒരുക്കിയ ചിതയിൽ വയലാർ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിന് നൽകിയ രക്തനക്ഷത്രം എരിഞ്ഞു തീരുകയാണ്. ഇനി ഇരമ്പുന്ന ആ സ്മരണകൾ മാത്രം പ്രവർത്തകർക്ക് ബാക്കി ശേഷിക്കുന്നു. സത്യസന്ധമായ പൊതുജീവിതവും സംശുദ്ധ രാഷ്ട്രീയവും മാന്യമായ പെരുമാറ്റവും വാക്കുകളും കൊണ്ട് ജനഹൃദയങ്ങളിൽ വലിയ ഇടം നേടിയ മഹാനായ നേതാവ്. അദ്ദേഹം കേരളത്തിന് എന്തായിരുന്നു, കേരളം എങ്ങനെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്ന് രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം MN സ്മാരകത്തിൽ നിന്നും തുടങ്ങിയ ഈ വിലാപയാത്ര. ഇപ്പോൾ ഈ വൈകിയ സമയത്ത് 11:30 മണിക്ക് ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപമുള്ള ചിതയിൽ എരിഞ്ഞു തീരാൻ പോകുമ്പോൾ വഴിയിലുടനീളം കാത്തുനിന്ന പതിനായിരക്കണക്കായ പ്രവർത്തകരും സാധാരണ ജനങ്ങളും ബഹുജനങ്ങളും അദ്ദേഹത്തിന് നൽകിയ സ്നേഹാദരം എത്ര വലുതായിരുന്നുവെന്ന് സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ വലിയൊരു ജീവിതം അതിൻ്റെ ഏറ്റവും അർത്ഥപൂർണമായ തരത്തിൽ തന്നെ ജീവിച്ചു തീർത്തിട്ട് പൊതുജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പൂർണ്ണമായും നീതിക്കും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾക്കും വില കൊടുത്ത നേതാവ്. മന്ത്രിയായിരുന്നപ്പോൾ, MLA ആയിരുന്നപ്പോൾ, MP ആയിരുന്നപ്പോൾ, KTDCയുടെ അടക്കം മറ്റ് വിവിധ സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ചപ്പോഴൊക്കെ ഏറ്റവും നീതിപൂർവമായി പ്രവർത്തിച്ച നേതാവ്. സംശുദ്ധ രാഷ്ട്രീയത്തിന് കേരള സമൂഹം എത്ര വലിയ വില നൽകുന്നു എന്ന് ഈ നിൽക്കുന്ന ജനസാഗരം സാക്ഷി. ഒടുവിൽ ആ യാത്ര അവസാനിച്ചിരിക്കുന്നു. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപമുള്ള ചിതയിൽ സഖാവ് CK ചന്ദ്രപ്പൻ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഓർമ്മയാകും. കണ്ണീരോടെ കാത്തു നിൽക്കുകയാണ് പ്രവർത്തകർ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യയാത്ര നേരാൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് മുഴുവൻ ഇവിടെയുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും, ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, മന്ത്രി KM മാണി,
മന്ത്രി കെ ബാബു, ഷിബു ബേബി ജോൺ, CPIയുടെ സംസ്ഥാന നേതൃത്വമൊട്ടാകെ പിണറായി വിജയനടക്കമുള്ള CPM നേതാക്കൾ അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റി ഓഫീസായ TV സ്മാരകത്തിൽ വെച്ച് ഇന്ന് വൈകുന്നേരം അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും അപ്പുറം CK ചന്ദ്രപ്പൻ എക്കാലവും സംസാരിച്ചു കൊണ്ടിരുന്നത് ഒരു ഏകീകൃത മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഏകീകരണത്തിനു വേണ്ടിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ത്യ നിമിഷങ്ങളിൽ ഈ വിലാപയാത്രയുടെ ദിവസം ഒരർത്ഥത്തിൽ, വളരെ ചെറിയൊരർത്ഥത്തിലാണെങ്കിൽ കൂടി അതിവിടെ സംഭവിച്ചു. രാവിലെ മുതൽ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത് CPM CPI പ്രവർത്തകർ ഒറ്റക്കെട്ടായിരുന്നു. മടങ്ങുകയാണ് സഖാവ് CK അനശ്വരതയിലേക്ക്. സമയം 11:30 രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ MN സ്മാരകത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര വഴിയിലുടനീളം കാത്തുനിന്നത് 10,000-കണക്കിന് പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ, സർക്കാർ ജോലിക്കാർ, കർഷകർ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മറ്റു ബഹുജനങ്ങളൊന്നാകെ, വൃദ്ധർ, വികലാംഗർ ഒക്കെ തങ്ങളുടെ നേതാവിന് അവസാനമായി ഒരു നോക്ക് കാണാൻ, അവസാനമായി രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ, അവസാനമായി റെഡ് സല്യൂട്ട് നൽകാൻ കാത്തുനിന്നു. ഇതാ ചിതയിലേക്ക് അഗ്നി പകരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായ മനോജും ദിലീപുമാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മക്കളായ മനോജും ദിലീപുമാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അങ്ങനെ സഖാവ് CK ഓർമ്മയാകുന്നു. ഇനിയുള്ള രംഗങ്ങൾക്ക് ഈ വിവരണം തികച്ചും അപ്രസക്തമാണ്. ഈ ദൃശ്യങ്ങളും ഈ മുദ്രാവാക്യങ്ങളും അവരുടെ വാക്കുകളും ഈ വൈകാരിക മുഹൂർത്തത്തിന് സാക്ഷ്യം പറയും. ഞങ്ങളുടെ സിരകളിൽ പടരുന്ന ചോരയിലൂടെ സഖാവ് CK ഇനിയും ജീവിക്കുന്നു എന്ന് പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം മുഴക്കുന്നു. CKയുടെ ഭൗതിക ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്നു. മരിക്കാത്ത ഈ ഭൂമിയിൽ, ഓർമ്മകൾ മരിക്കാത്ത ഈ ഭൂമിയിൽ CK ഇരമ്പിയാർക്കുന്ന ഓർമ്മയായി മാറുന്നു.
ഇന്ന് രാവിലെ 7 മണിക്ക് MN സ്മാരകത്തിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര, കേരളമെക്കാലവും ഓർമ്മിച്ചു വെക്കുന്ന യാത്ര, അവസാനം ഇവിടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ പുനഃപ്രവയലാർ രക്തസാക്ഷികളുടെ ധീരസ്മരണകൾ ഉറങ്ങുന്ന ഈ വലിയ ചുടുകാട്ടിൽ പുനഃപ്രവയലാർ രക്തസാക്ഷികളായ സഖാവ് KC ജോർജിൻ്റെയും അതേപോലെ PA ജോർജിൻ്റെയും ശവമാടങ്ങൾക്ക്, ശവകുടീരങ്ങൾക്ക് സമീപം സഖാവ് CK ചന്ദ്രപ്പൻ ഓർമ്മയാവുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്നു.